അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലെത്തി. സ്വന്തമായിട്ട് നല്ലൊരു പെരണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് നമ്മളിവിടെ വന്നുള്ള ഉത്തരം ഈ പെരയുടെ ചുരുക്കാണ്. ഞങ്ങൾ ഈ തലങ്ങും വിലങ്ങും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് വേറൊന്നുമില്ല. ഫോട്ടോ എടുക്കാനുള്ള പോസുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ കഴിഞ്ഞ പറ്റി എന്താ വെച്ചാൽ ഒരാളെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അവിടെ തന്നെ കാര്യമല്ലോ. മുസ്തഫയ്ക്ക് ഏതാ സ്വാഗ്. ഞങ്ങളിവിടെ സ്റ്റാൻഡേർഡായി കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അപ്പുറത്ത് കല്യാണപ്പെണ്ണ് എന്തൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമായി നടത്താൻ തുടങ്ങിയിട്ട് ഇന്നെങ്ങനെ തീരുമെന്നാവും. പിന്നെ പോസ് ഇട്ട് ക്ഷീണിച്ച മുസ്തഫ പോയി ഗാലറിയിലിരുന്നു. ആ നടത്തപ്പോഴും നടപടി പോലെ മനസ്സിലാക്കി നമ്മൾ വല്ല വീട് ചുറ്റിക്കാൻ ഇറങ്ങി. ആദ്യം നടത്ത ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ സ്പീക്കറൊക്കെ പിടിച്ചിട്ടേ. പക്ഷേ ക്യാമറാമാൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ലായിരുന്നു. ഏതൊക്കെ ചെടിയും കൊടിയിലേക്കായിരുന്നു. ഇവനെ തല്ലാനേ കോൾ സ്പീക്കർ എടുത്ത് പോയത്. നമ്മൾ വീടൊക്കെ ഒന്ന് കറങ്ങി കണ്ടു വന്നപ്പോഴും വലിയ സ്പീക്കറും പിടിച്ചിറക്കുക. ഇത് ഇന്നങ്ങനെ നടപടി ഓടി. നമ്മൾ അവിടുന്ന് മാറി അടുത്തോടത്ത് പോയി. അവിടെ പിന്നെ ജമാഅത്തായിട്ടായിരുന്നു പരിപാടി. ആദ്യം ഓള് സോളോ ആയിട്ടായിരുന്നു ഓടിയിരുന്നു. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി മാരത്തോൺ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ഫ്രെയിമിൽ ഉമ്മമാരുടെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. പിന്നെ പല ഐറ്റംസ് കാര്യങ്ങൾ നമ്മളവിടെ കണ്ടു. കുറെ തിരിച്ചലും മറിച്ചലും ക്യൂവും വിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൗതുകപരമായ കുറെ കാഴ്ചകൾ ഉണ്ടെങ്കിലും അപ്പുറത്തിൻ്റെയൊക്കെ കാര്യമായ ഡീലിംഗ്സിലായിരുന്നു. പിന്നെ ഇതാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. ഞങ്ങളെ കാട്ടിക്കൂട്ടിലാണ് മൂപ്പരൊക്കെ വണ്ടടിച്ചിരിക്കുന്നത്. പിന്നെ വീണ്ടും ജമാത്തൊക്കെ മാറ്റി സോളാക്കി. ഒരു 4 അടി അങ്ങോട്ട് വീട് നടന്നതിന്റെ ക്ഷീണങ്ങൾ ഈ മൊത്തൊക്കെ കാണേട്ടാ. ഇനി ഒരു തിരിച്ചലായിരുന്നു. തിരിഞ്ഞൊരു വഴിയായി. ഈ തിരിച്ചലേന്ന് മട്ടിച്ചിട്ട് ആ പെരക്കാരെ രാത്രി ഞങ്ങൾക്ക് ഇത് കണ്ടിരിക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലോ. ഞങ്ങൾക്ക് ഇനി റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സൊക്കെ അയച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പത്തിന് പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും ചെയ്തു. നേരെ സാധനങ്ങളൊക്കെ വണ്ടിക്ക് വെച്ച് നമ്മൾ നേരെ വരെ